എൻ്റെ പേര് ബാബുലേനാണ്. ധനുഷ്പുരം സ്വദേശിയാണ്. ദേശീയ ഗായകനാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ചെമ്പറ ക്ഷേത്രത്തിലാണ്. കൊല്ലയിൽ ചെമ്പറ ക്ഷേത്രത്തിൽ ഭക്തിയോടെ ജനങ്ങൾ തൊഴിൽ ചെയ്ത അയ്യപ്പ ക്ഷേത്രമാണ്. എന്ത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിലുണ്ട് ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പച്ച കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രാമം. പയ്യന്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെല്ലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രാമത്തെ ചെമ്പറ. വലിയൊരു ഏരിയുണ്ട്. അതിന്റെ ഇറക്കത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. കൗതുക്കം മാറ്റുന്ന ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പച്ച, ചുവപ്പ്, നീല, മഞ്ഞ എന്ന ലൈറ്റുകളെല്ലാം, ഓറഞ്ച് എല്ലാ ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്ന. ആ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. മകരവിളക്കിന് ദിവസമായി. അപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഏത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് എൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ പറഞ്ഞുകൊണ്ട് ചെമ്പറ ക്ഷേത്രം എന്നൊന്ന് പേടിച്ച് ആരും വരില്ല. അന്നത്തെ കാലത്ത് ആ ക്ഷേത്രം എത്രയോ കാലത്തിന് മുമ്പുള്ള ക്ഷേത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആര് കണ്ടാലും ഒന്നും നോക്കാതെ കയറും. അത്ര ക്ഷേത്രം അയ്യപ്പനെ വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ലൈവാണ് നമ്മൾ എൻ്റെ വാർത്ത നൽകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിൽ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രത്തിൽ. നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, നല്ല വൈദ്യരായ നല്ല തണുപ്പ്. മൂന്നാർ പോലത്തെ തണുപ്പ് സ്ഥലത്താണ് എന്ന് പറയാം. ആ ക്ഷേത്രത്തിന്റെ ഒരു കൊച്ചു ക്ഷേത്രമാണ്. ആര് കണ്ടാലും ഒന്നും നോക്കാതെ പോകില്ല. വിളിച്ചാൽ വിളി കേൾക്കും. പണ്ടേ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇനി പോകാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ നമ്മൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. ചെമ്പറ ക്ഷേത്രത്തിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്ത് ഉള്ള ഒരു ഇറക്ക ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് കൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൗതുകമായിട്ടുള്ള ലൈറ്റുകളാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കവാടത്തിന്റെ ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. ആര് കണ്ടാലും ഒന്ന് ലൈറ്റൊക്കെ നോക്കി പോകുമെന്ന് പറയാം. കൗതുകമായിട്ടുള്ള ലൈറ്റുകളാണ്. പച്ച നിറഞ്ഞ സ്ഥലമാണ്. അന്തരീക്ഷം നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഒരു ഗ്രാമപ്രദേശത്താണ് ക്ഷേത്രം.
ലൈറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പച്ച, ചുവപ്പ്, നീല, മഞ്ഞ. ഈ ലൈറ്റ് കണ്ട് ആരും നോക്കും. ഈ ഗ്രാമ സൈഡിലാണ് ഈ ക്ഷേത്രം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. വയറ്റ കരയിലാണ്, പച്ച കൊണ്ട് നിറഞ്ഞ നല്ല അന്തരീക്ഷമാണ്. തണുത്ത അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം ചെയ്യുന്നത്.